ഏഷ്യ കപ്പിന് പിന്നാലെ വരുന്ന ഞായറാഴ്ച ഇന്ത്യയും പാകിസ്ഥാനും വീണ്ടും ഏറ്റുമുട്ടുകയാണ്. വനിതാ ലോകകപ്പാണ് വേദി. ഇന്ത്യയിൽ കാലുകുത്തില്ലെന്ന് പാക് ക്രിക്കറ്റ് ബോർഡ് പ്രഖ്യാപിച്ചതോടെ മത്സരം നടക്കുന്നത് ശ്രീലങ്കയിലാണ്. ഏഷ്യ കപ്പിലെ വിവാദങ്ങൾക്ക് പിന്നാലെ നടക്കുന്ന ഈ ടൂർണമെന്റിൽ ഇരു ടീമുകളും എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതാണ് കായിക ലോകം കാത്തിരിക്കുന്നത്. ടോസിനെത്തുമ്പോൾ ക്യാപ്റ്റന്മാരും മത്സരത്തിന് ശേഷം എല്ലാ താരങ്ങളും കൈകൊടുത്ത് പിരിയുന്നതാണ് പതിവ്. പക്ഷേ ഏഷ്യ കപ്പിൽ ഇത് സംഭവിച്ചില്ല. ഹർമൻപ്രീതും പാക് ക്യാപ്റ്റൻ ഫാത്തിമ സനയും ടോസിനായി കളത്തിലെത്താൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. സമൂഹ മാധ്യമങ്ങളിൽ ഹസ്തദാനം സംബന്ധിച്ച ചർച്ചകൾ ചൂടുപിടിക്കുന്നുണ്ട്. അതോടൊപ്പം ഓപ്പറേഷൻ സിന്ദൂരിനെ സൂചിപ്പിച്ച് ഏഷ്യ കപ്പിൽ പാക് താരങ്ങൾ കാണിച്ച ചില ചേഷ്ടകൾ പല മത്സരങ്ങളിലായി പാകിസ്ഥാന്റെ വനിതാ ടീമും അനുകരിക്കുന്നുണ്ട്. എന്നാൽ കളിയിലെ കാര്യങ്ങൾ മാത്രമാണ് കളിക്കാരുടെ നിയന്ത്രണത്തിലുള്ളത്. മറ്റു കാര്യങ്ങൾക്കുമേൽ യാതൊരു നിയന്ത്രണവുമില്ല. ഡ്രസ്സിംഗ് റൂമിൽ അത്തരം കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യാറുമില്ല. ഞങ്ങളിവിടെ എത്തിയത് കളിക്കാൻ മാത്രമാണ്. ക്രിക്കറ്റിൽ മാത്രമാണ് ഞങ്ങളുടെ ശ്രദ്ധ. ഏഷ്യ കപ്പിനെ കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുന്നതേ ഇല്ല എന്നാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ പറഞ്ഞിട്ടുള്ളത്. അതേസമയം വ്യാഴാഴ്ച പാകിസ്ഥാൻ ബംഗ്ലാദേശ് മത്സരത്തിനിടെ പാകിസ്ഥാന്റെ മുൻ ക്യാപ്റ്റൻ കമന്റേറ്ററായ മുൻ ക്യാപ്റ്റൻ നടത്തിയ പ്രസ്താവനയും വലിയ വിവാദത്തിലേക്ക് വഴിവെച്ചിരുന്നു. മത്സരത്തിന്റെ കമന്റേറ്ററായ സന പാകിസ്ഥാൻ ടീമിലെ നതാലിയ പർവേസിനെ പറ്റി പരാമർശിക്കവേ ആസാദി കാശ്മീരിൽ നിന്നുള്ള കളിക്കാരി എന്ന് വിശേഷിപ്പിച്ചതാണ് വലിയ വിവാദത്തിലേക്ക് വഴിവെച്ചത്. സനയുടെ പരാമർശത്തിനെതിരെ വ്യാപക പ്രതിഷേധവും ഉയരുന്നുണ്ട്. അവരെ കമന്ററി പാനലിൽ നിന്ന് പുറത്താക്കണമെന്ന ആവശ്യവും ശക്തിപ്പെടുകയാണ്. വനിതാ ക്രിക്കറ്റിൽ 11 ഏകദിനത്തിലും 16 T20കളിലുമാണ് ഇന്ത്യയും പാകിസ്ഥാനും ഇതുവരെ നേർക്കുനേർ വന്നിട്ടുള്ളത്. ഇതിൽ 3 മാത്രമാണ് പാകിസ്ഥാൻ വിജയിച്ചത്. ബാക്കി എല്ലാ മത്സരങ്ങളിലും വിജയിച്ചത് ഇന്ത്യയാണ്. എന്തുകൊണ്ടും മുൻതൂക്കം ഇന്ത്യക്ക് തന്നെയാണ്. മറ്റ് വിവാദങ്ങളിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് കണ്ടുതന്നെ അറിയാം.